ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ ഇന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ, ജാർഖണ്ഡ്. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതി PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാറിയ അഥവാ ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ചോദിച്ചാലും ജാർഖണ്ഡ് തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്, വെസ്റ്റ് ബംഗാൾ. റാണിഗഞ്ച്, വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ, മഹാരാഷ്ട്ര. മുംബൈ ഹൈ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് ചോദിച്ചാലും മുംബൈ ഹൈ തന്നെയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനി അഥവാ എണ്ണഖനി. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനി അല്ലെങ്കിൽ എണ്ണഖനി എന്ന് ചോദിച്ചാൽ ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനി അഥവാ എണ്ണഖനി എന്ന് ചോദിച്ചാൽ ദിഗ്ബോയ്, ആസാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കണ്ടുപരിചയമുള്ളതാണല്ലേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാറിയ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് ചോദിച്ചാലും മുംബൈ ഹൈ. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനി അഥവാ എണ്ണഖനി ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ഏറ്റവും കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാലോ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ അണക്കെട്ടാണ് ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ അണക്കെട്ടാണ് ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹിരാക്കുട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള അണക്കെട്ടാണ് ഹിരാക്കുട്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴയ അണക്കെട്ട് ചോദിച്ചാൽ കല്ലണ. ഏറ്റവും വലുത് ചോദിച്ചാൽ ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. അതിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാ? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാണ് തെഹിരി. രണ്ടാമത്തേതാണെങ്കിൽ ഫക്രാനങ്കൽ. ഏറ്റവും നീളമുള്ളതാണെങ്കിൽ ഹിരാക്കുട്ട്. ഏറ്റവും പഴയതാണെങ്കിൽ കല്ലണ. ഏറ്റവും വലുത് ചോദിച്ചാൽ ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. പഴയ പേര് രാജസ്ഥാൻ കനാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഈ ക്വസ്റ്റ്യൻ എല്ലാം തന്നെ PYQ ആണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിച്ചോണം. ഇനിയിപ്പോൾ 10th പ്രിലിംസിന് അധിക ദിവസമില്ല. അപ്പം നിങ്ങൾ ഈ ഹോട്ട് ടോപ്പിക് സീരീസ് ഫുള്ള് എല്ലാ വീഡിയോസും കാണാൻ മാത്രമല്ല എല്ലാ വീഡിയോസും നിങ്ങൾ പഠിക്കണം. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ SCRTയുടെ ചാപ്റ്റേഴ്സും കുറേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ പോയി കാണണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സും പിന്നെ നിങ്ങളുടെ ഭാഗത്തും കൂടെ ഒരു ഔട്ട്കം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ മെയിനായിട്ടുള്ള ടോപ്പിക്ക് ഈ ഹോട്ട് ടോപ്പിക്കൊക്കെ പഠിച്ചു തീർക്കുക. ഞങ്ങൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം മാത്സ് നമുക്കിങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ചെയ്ത് കാണിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് കുറവായതുകൊണ്ടാണ് നമ്മൾ മാത്സിൻ്റെ ക്ലാസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്സിന് നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. മാത്സും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പ്രിലിംസിന് 20 മാർക്ക് മാത്സിൻ്റെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മാത്സും നോക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടാവണം. നിങ്ങൾ തന്നെ പ്രിലിംസിന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ആ മാത്സ് ചെയ്ത് നോക്കണം. വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അപ്പോൾ അതോടെ നോക്കിയാൽ പക്കയാവും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്